നമസ്കാരം. ചരിത്രത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടമാണിന്ന്. മണ്ണിനടിയിൽ ഏകദേശം 4000 വർഷത്തോളം ലോകമറിയാതെ ഉറങ്ങിക്കിടന്ന ഒരു മഹാസംസ്കാരത്തിന്റെ കഥ. തികച്ചും അവിചാരിതമായി തുടങ്ങി ലോകം അന്നുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പുരാതന നഗരത്തിന്റെ വാതിലുകൾ തുറന്ന ഒരു അത്ഭുതത്തിന്റെ കഥയാണിത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നമ്മളെല്ലാവരും ഈജിപ്തിലെ പിരമിഡുകളെക്കുറിച്ചും മെസപ്പൊട്ടേമിയയിലെ സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലേ? എന്നാൽ അവരോളം തന്നെ വലുതും പുരോഗമിച്ചതുമായ ഒരു ജനത ഒരു തുമ്പുപോലും അവശേഷിപ്പിക്കാതെ ചരിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊരു ഭാവനാകഥയല്ല, ശരിക്കും സംഭവിച്ചതാണ്. അതെ, 4000 വർഷം, ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകളല്ല, 4 സഹസ്രാബ്ദത്തോളം മനുഷ്യചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ളൊരധ്യായം പൂർണ്ണമായും മറഞ്ഞിരിക്കുകയായിരുന്നു. ഇന്നത്തെ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന കെട്ടിടങ്ങളും കലയും ജീവിതരീതികളുമൊക്കെ ഉണ്ടായിരുന്നൊരു ജനതയുടെ ഓർമ്മകളാണ് അത്രയും കാലം മണ്ണിനടിയിൽ ഒളിച്ചിരുന്നത്. അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം. ഈ നഷ്ടപ്പെട്ട ലോകത്തിലേക്കുള്ള ആദ്യത്തെ വഴി തുറന്നത് തികച്ചും യാദൃച്ഛികമായിട്ടായിരുന്നു, ഒരു റെയിൽവേ പണിക്കിടയിൽ. നമ്മുടെ കഥ തുടങ്ങുന്നത് 1856-ലെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ജോൺ, വില്യം ബ്രണ്ടൻ എന്ന 2 ബ്രിട്ടീഷ് എഞ്ചിനീയർ സഹോദരന്മാർക്ക് ഒരു വലിയ പ്രോജക്റ്റ് കിട്ടി. ഇന്നത്തെ പാകിസ്ഥാനിലുള്ള കറാച്ചിയിൽ നിന്ന് ലാഹോറിലേക്ക് ഒരു റെയിൽവേ ലൈൻ പണിയണം. സാധാരണ ഒരു നിർമ്മാണ പ്രവർത്തനമായി തുടങ്ങിയ ആ ജോലി ചരിത്രത്തിലേക്കുള്ളൊരു വാതില് തുറക്കുമെന്ന് പാവം അവരറിഞ്ഞതേയില്ല. റെയിൽപാത പണിയണമെങ്കിൽ ട്രാക്കിന്റെ അടിയിൽ ഉറപ്പിന് കല്ലുകൾ വേണം. പക്ഷേ ആ പ്രദേശത്തെങ്ങും അതിനു പറ്റിയ കല്ലുകൾ കിട്ടാനില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ജോലിക്കാർക്കൊരു ലോട്ടറി അടിച്ചതുപോലെ അടുത്തുള്ളൊരു വലിയ മൺകൂന ശ്രദ്ധയിൽപ്പെട്ടത്. അത് മുഴുവൻ ഒരേപോലെയുള്ള നല്ല ഉറപ്പുള്ള ചുട്ടെടുത്ത ഇഷ്ടികകളായിരുന്നു. അവരുടെ ജോലി എളുപ്പമായി. ആ ഇഷ്ടികകളുടെ ക്വാളിറ്റി കണ്ടപ്പോ അവർ ശരിക്കും അത്ഭുതപ്പെട്ടു. സാധാരണ ഇഷ്ടികകളേക്കാൾ എത്രയോ ഇരട്ടി ബലമുണ്ടായിരുന്നു അവയ്ക്ക്. പിന്നെ ഒന്നും നോക്കിയില്ല, ആ മൺകൂണയിൽ നിന്ന് ഇഷ്ടികകളെടുത്ത് കിലോമീറ്ററുകളോളം റെയിൽപാതയുടെ അടിത്തറ പണിതു. പക്ഷേ അവർക്ക് ഒരു കാര്യം മാത്രം അറിയില്ലായിരുന്നു. തങ്ങൾ പൊളിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് വെറും ഇഷ്ടികകളല്ല, മറിച്ച് ലോകം മറന്നുപോയ ഹാരപ്പ എന്ന ഒരു മഹാനഗരത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു എന്ന്. റെയിൽവേ പണി കഴിഞ്ഞു, വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. പക്ഷേ ആ അത്ഭുത ഇഷ്ടികകളെക്കുറിച്ചുള്ള കഥകൾ അവിടെയും ഇവിടെയും ആളുകൾ പറഞ്ഞു നടന്നു. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം യഥാർത്ഥ ചരിത്ര കുറ്റാന്വേഷകർ ആ തുമ്പുകൾ തേടിയിറങ്ങി. അങ്ങനെ 1920കളിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ASI, ഈ രഹസ്യം കണ്ടെത്താൻ തന്നെ തീരുമാനിച്ചു. അവർ ഔദ്യോഗികമായി ആ മൺകൂനകൾ ശാസ്ത്രീയമായി ഖനനം ചെയ്യാൻ തുടങ്ങി. അതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പുരാവസ്തു ഗവേഷണങ്ങളിലൊന്നിന് തുടക്കമാവുകയായിരുന്നു. ഈ 3 പേരുകൾ നമ്മൾ ഓർത്തുവെക്കണം. 1921-ൽ ദയാരാം സാഹ്നി എന്ന പുരാവസ്തു ഗവേഷകൻ ഹാരപ്പയിൽ കൂടുതൽ ഖനനം നടത്തി ഒരു നഗരത്തിന്റെ തെളിവുകൾ കണ്ടെത്തി. തൊട്ടടുത്ത വർഷം 1922-ൽ RD ബാനർജി എന്ന മറ്റൊരാൾ ഹാരപ്പയിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അകലെ സമാനമായ മറ്റൊരു ഭീമൻ നഗരം കൂടി കണ്ടെത്തി. അതിന്റെ പേരായിരുന്നു മോഹൻജൊദാരോ. ഒടുവിൽ 1924-ൽ അന്നത്തെ ASIയുടെ തലവനായ സർ ജോൺ മാർഷൽ ഈ 2 കണ്ടെത്തലുകളും ഒരുമിച്ച് വെച്ച് ലോകത്തെ ഞെട്ടിച്ച പ്രഖ്യാപനം നടത്തി. അതെ, ഇതാണ് ആ കഥയിലെ ഏറ്റവും നിർണായകമായ നിമിഷം. ലോക ചരിത്രത്തിന്റെ ഗതി തന്നെ മാറ്റിയ ആ പ്രഖ്യാപനം വന്ന നിമിഷം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുവരെ ലോകം കരുതിയിരുന്നത് പുരാതന നാഗരികതകളുടെ ഏറ്റില്ലം മെസപ്പൊട്ടോമിയയും ഈജിപ്തും മാത്രമാണെന്നാണ്. പക്ഷേ സർ ജോൺ മാർഷലിന്റെ ഈ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് ചരിത്ര പുസ്തകങ്ങളെല്ലാം തിരുത്തിയെഴുതേണ്ടി വന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ചരിത്രത്തിന് അതുവരെ കരുതിയതിലും ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് ലോകം അന്ന് തിരിച്ചറിഞ്ഞു. ശരി, അപ്പോ ഈ ഗവേഷകർ യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് അവിടെ കണ്ടെത്തിയത്? വരൂ, നമുക്കൊരുമിച്ച് ആ നഷ്ടപ്പെട്ട ലോകത്തിലൂടെ ഒരു ചെറിയ യാത്ര പോകാം. അവർ കണ്ടെത്തിയത് കുറച്ച് പഴയ കെട്ടിടങ്ങളായിരുന്നില്ല, മറിച്ച് കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയ ഒരു മെട്രോപോളിസായിരുന്നു. ഗണിതശാസ്ത്രപരമായ കൃത്യതയോടെ നേർരേഖയിലുള്ള റോഡുകൾ, വീതിയുള്ള തെരുവുകൾ, അടച്ചഴുക്കുചാൽ സംവിധാനങ്ങൾ, പല വീടുകളിലും സ്വന്തമായി കിണറും കുളിമുറിയും വരെ. ഇന്നത്തെ സ്മാർട്ട് സിറ്റികളെപ്പോലും വെല്ലുന്ന ഒരു നഗരാസൂത്രണമായിരുന്നു അവരുടേത്. എല്ലാ വീടുകളും ഒരേ വലുപ്പത്തിലുള്ള ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ചത് ഒരു കേന്ദ്രീകൃത ഭരണകൂടത്തിന്റെ വ്യക്തമായ സൂചനയാണ്.
മോഹൻജൊദാരോയിൽ നിന്ന് കിട്ടിയ മഹാസ്നാനഘട്ടം അഥവാ ഗ്രേറ്റ് ബാത്ത് ഇതിലെ ഏറ്റവും വലിയൊരു അത്ഭുതമാണ്. ഇതൊരു സാധാരണ കുളമല്ല. വെള്ളമൊട്ടും ചോർന്നു പോകാത്ത രീതിയിൽ പ്രകൃതിദത്തമായ ടാർ ഉപയോഗിച്ച് നിർമ്മിച്ച് വസ്ത്രം മാറാനും മറ്റും മുറികളൊക്കെയുള്ള ഒരു വലിയ പൊതുകുളം. ഒരുപക്ഷെ ഇത് മതപരമായ ചടങ്ങുകൾക്കോ പൊതുവായ ആഘോഷങ്ങൾക്കോ ഉപയോഗിച്ചിരുന്നിരിക്കാം. അവരുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണിത്. നഗരാസൂത്രണം മാത്രമല്ല, അവരുടെ കലയും നമ്മളെ ശരിക്കും അതിശയിപ്പിക്കും. വെറും 4 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഈ വെങ്കല പ്രതിമ നോക്കൂ. നർത്തകി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശില്പം അതിന്റെ നിൽപ്പുകൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. കയ്യിൽ നിറയെ വളകളിട്ട് അരയ്ക്ക് കയ്യും കൊടുത്ത് യാതൊരു കൂസലമില്ലാതെ ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന ഈ രൂപം ഒരുപക്ഷേ അന്നത്തെ സമൂഹത്തിൽ സ്ത്രീകൾക്കുണ്ടായിരുന്ന സ്ഥാനത്തെയും അവരുടെ കലാപരമായ കഴിവിനെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ നഗരങ്ങളും കലയും കണ്ടു. ഇനി ഈ കഥയുടെ അവസാന ഭാഗത്തേക്ക് വരാം. ഈ മഹത്തായ നാഗരികതയ്ക്ക് എന്ത് സംഭവിച്ചു? അവർക്കിന്നത്തെ നമ്മളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? നമുക്ക് നോക്കാം. ഇത് തീർച്ചയായും നമ്മുടെ എല്ലാം മനസ്സിൽ വരുന്ന ചോദ്യമാണ്, അല്ലേ? ഇത്രയും പുരോഗമിച്ച, ഇത്രയും കഴിവുകളുള്ളൊരു ജനതയ്ക്ക് എന്ത് സംഭവിച്ചു? അവരെങ്ങോട്ടാണ് അപ്രത്യക്ഷരായത്? ഇതിന് ഒരുപാട് കാരണങ്ങൾ പറയപ്പെടുന്നുണ്ടെങ്കിലും ഏറ്റവും ശക്തമായ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തിലേക്കാണ്. അവർക്ക് ജീവൻ നൽകിയിരുന്ന സിന്ധു നദിയും അതിന്റെ കൈവഴികളും വഴിമാറി ഒഴുകാൻ തുടങ്ങി. കാലക്രമേണ മൺസൂൺ ദുർബലമായി, മഴ കുറഞ്ഞു, കടുത്ത വരൾച്ചയുണ്ടായി. കൃഷി നശിച്ചതോടെ അവർക്ക് ആ വലിയ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഭക്ഷണവും വെള്ളവും തേടി കിഴക്കോട്ടും തെക്കോട്ടും ചെറിയ സമൂഹങ്ങളായി കുടിയേറേണ്ടി വന്നു. അപ്പോ അവരെവിടെ പോയി എന്ന ചോദ്യത്തിന് ഒരുത്തരമായി. ഏറ്റവും രസകരമായ കാര്യമെന്താണെന്ന് വെച്ചാൽ അവർ എങ്ങോട്ടും പോയില്ല. ഹരിയാനയിലെ രാഖിഗഡി പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയ പുരാതന അസ്ഥികൂടങ്ങളിൽ നടത്തിയ DNA പഠനങ്ങൾ തെളിയിക്കുന്നത് ആ പുരാതന ജനതയുടെ പിൻഗാമികളാണ് ഇന്നത്തെ ദക്ഷിണേഷ്യൻ ജനതയിൽ ഭൂരിഭാഗവുമെന്നാണ്. അതായത് ആ മഹത്തായ പാരമ്പര്യം ഇന്നും നമ്മളിൽ ഓരോരുത്തരിലും ജീവിക്കുന്നു. അപ്പോ നോക്കൂ, നമ്മൾ അവരുടെ നഗരങ്ങൾ കണ്ടെത്തി, അവരുടെ പിൻഗാമികളെ നമ്മൾക്കിടയിൽ തന്നെ തിരിച്ചറിഞ്ഞു. പക്ഷേ ഒരു വലിയ രഹസ്യം മാത്രം ഇന്നും ഒരു താക്കോലില്ലാത്ത പൂട്ടുപോലെ അവശേഷിക്കുകയാണ്: അവരുടെ ഭാഷ. അവരുടെ മുദ്രകളിലും മൺപാത്രങ്ങളിലുമൊക്കെ കാണുന്ന ആ ലിപി, അതിലെന്താണ് അവരെഴുതിവെച്ചത്? അവരുടെ കഥകൾ, അറിവുകൾ, വിശ്വാസങ്ങൾ, ആ ശബ്ദം കേൾക്കാൻ നമുക്ക് എന്തെങ്കിലും കഴിയുമോ? ആ ചോദ്യം ചരിത്രത്തിനു മുന്നിൽ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. നന്ദി.